ഫണ്ണിയസ്റ്റ് മൂമെന്റ് സീരീസിലെ അടുത്ത പാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഏവരെയും രസിപ്പിക്കുന്ന വളരെ രസകരമായ ധാരാളം സംഭവങ്ങൾ ഈ വീഡിയോയിലുണ്ട്. അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് പല പല ആഗ്രഹങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തി ആഗ്രഹങ്ങളൊക്കെ അങ്ങ് നിറവേറ്റണം. ഇനി നമ്മൾ ആഗ്രഹിച്ച അതേ കാര്യം കിട്ടിയില്ലെങ്കിലും അതിന്റെ ലോ ബഡ്ജറ്റ് വെർഷൻ ഉപയോഗിച്ചിട്ടും നമുക്ക് നമ്മുടെ ആഗ്രഹം നിറവേറ്റാം. ഇവനെ പോലെ പിന്നെ ജീവിതത്തിലെ ആഗ്രഹങ്ങളുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം പലർക്കും ഓരോ പാഷൻ ഉണ്ടാകും. ചിലർക്ക് ആക്ടർ ആകാനാകും ആഗ്രഹം, ചിലർക്ക് ഡോക്ടർ ആകാനാകും ആഗ്രഹം, അങ്ങനെ ചിലർക്ക് എഞ്ചിനീയർ ആയിരിക്കാം, ചിലർക്ക് ഫോട്ടോഗ്രാഫർ ആയിരിക്കാം. അങ്ങനെ തന്റെ പാഷൻ പിന്തുടർന്ന് ഫോട്ടോഗ്രാഫറായ ഒരു ടാലന്റഡ് ഫോട്ടോഗ്രാഫറിന്റെ കുറച്ച് കലാവിരുദ്ധാണ് നമ്മളിവിടെ കാണുന്നത്. ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. ഒരു ജോലി പറഞ്ഞേൽപ്പിച്ചാൽ അതൊരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ആത്മാർത്ഥമായി ചെയ്യുന്ന ചില ജോലിക്കാരുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണമാണിത്. കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് ഫോറസ്റ്റ്. ഇതില് എഴുതാനുള്ളത് ഇപ്പൊ പറയണത് അല്ല, ഇപ്പൊ വാട്സപ്പിൽ വിട്ടോളൂ. അതിലെ പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ വള്ളി പുള്ളി തെറ്റാതെ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഈ ജോലി ആർക്കും ചെയ്തു തീർക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, ഇപ്പോൾ പലർക്കും യൂണിവേഴ്സിറ്റി എക്സാമുകളുടെ ഒക്കെ ടൈമാണ്. പിന്നെ എക്സാമിന്റെ ടൈമിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ബിറ്റ് എഴുതൽ, ബിറ്റ് വയ്ക്കൽ എന്നതൊക്കെ. പക്ഷെ എന്തൊക്കെയാണ് എഴുതേണ്ടത്, ഏതൊക്കെയാണ് എഴുതേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി നമുക്കൊരു ഐഡിയ വേണം. ഇല്ലെങ്കിൽ അധ്വാനം മുഴുവൻ പാഴായി പോകും. ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ളാക്കി മോളെ. ചാപ്റ്റർ ഇല്ല. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫുട്ബോൾ മാച്ചിനിടയിലെ രംഗമാണ്. തീർച്ചയായും അത് തീയുണ്ട പോലത്തെ ഒരു വെട്ടിച്ചില് ഷോട്ട് തന്നെയായിരുന്നു. തീർച്ചയായും ഗോളാകേണ്ട ഷോട്ടായിരുന്നു, പോസ്റ്റ് 10 അടി അപ്പുറത്തായിരുന്നെങ്കിൽ. അടുത്ത രംഗം പിന്നെ ഒരു ഫുട്ബോൾ മാച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഇവിടെ മാച്ച് കഴിഞ്ഞു, അവർ ജയിച്ചു, അതിന്റെ ആഘോഷത്തിലാണിവർ. പക്ഷേ അടുത്ത സംഭവം നമുക്ക് കാണാം. ഒരു കൂട്ടം ആളുകൾ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് എല്ലാവരും പോകാൻ റെഡിയായി വന്നിരിക്കുകയാണ്. പക്ഷെ അതിൽ ഒരാൾ മാത്രം വളരെ ഫാഷനബിൾ ആയ ഡ്രസ്സിംഗ് സെൻസ് ഉള്ള ഒരാളായിരുന്നു. എല്ലാരും നല്ല സെറ്റപ്പില് വന്നിങ്ങനെ ഒരാള് നോക്കി ഇതെന്താ തൊഴിലുറപ്പിന്റെ പണിക്കാ. നമുക്കറിയാം, പലരും TV റിമോട്ട്, TV പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വർക്ക് ചെയ്യാതെ വരുമ്പോൾ അത് അടിച്ചടിച്ച് ശരിയാക്കാൻ നോക്കാറുണ്ട്. പലപ്പോഴും അത് വർക്ക് ചെയ്യാറുമുണ്ട്. പക്ഷെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വരെ അങ്ങനെ ശരിയാക്കാമെന്ന് ഒരു മഹത് വ്യക്തി നമുക്ക് കാണിച്ചു തരികയാണ്. ഒരു സാധാരണ കാറിൽ പൊതുവെ എത്ര പേരെ കൊള്ളും? ഈ സംഭവം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ അത് തീരുമാനിച്ചോളൂ. 1 2 3 4 5 6 7 8 9 10 പേരോ? എന്റെ അമ്മ, അയ്യോ പൊളി ചാടിക്കണം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കാണാം, ഇവരൊക്കെ കൂടി ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് ബസ്സിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പാട്ടൊക്കെ കേട്ട് എല്ലാവരും നല്ല വൈബിലിരിക്കുകയായിരുന്നു. അപ്പോൾ വൈബൊക്കെ ഒന്നുകൂടി പോസിറ്റീവ് ആക്കാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ അവള് പാടിയ ഒരു സോങ് തന്നെ അങ്ങ് പ്ലേ ചെയ്തു.
Nama gaganda nama badana gati kerja மேலவானு விடிஞ்சது ஆனா பறக்க முடியல அடி நகர முடியல பச்சை மண்ணு புள்ள ரெண்டு மூச்சு நின்னு போயாச்சு இங்க தங்குறதோ தொங்குறதோ ரெண்டும் ஒண்ணு ஆயாச்சு அந்த கச்சக்கா അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.